പ്രിയ പ്രേക്ഷകരെ, പഞ്ചവാടവർ, പഞ്ചവടി, പഞ്ചനക്ഷത്രം, പഞ്ചലോഹം, പഞ്ചവാദ്യം, അങ്ങനെ പഞ്ചറാകാത്ത പല വാക്കുകളും നിങ്ങൾ കേട്ടിരിക്കും. എന്നാൽ പഞ്ചാമൃതത്തെ തോൽപ്പിക്കുമാറ് മൊഞ്ചുള്ള പഞ്ചതന്ത്രം മെനയുന്ന അഞ്ചരക്കണ്ടിമുക്കിയിലെ 5 അമ്മച്ചിമാരിമാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? സ്ത്രീ കൂട്ടായ്മ ശക്തിയപ്പെട്ടതോടുകൂടി കാഞ്ചി വലിച്ചു വിട്ട മാതിരിയാണ് മേരിക്കുട്ടി, ലില്ലിക്കുട്ടി, തെരേസക്കുട്ടി, ഏലിക്കുട്ടി, മറിയക്കുട്ടി എന്ന് 5 അമ്മച്ചിക്കുട്ടിമാരുടെ ജീവിത ശൈലി തന്നെ മാറിയത്. വർഷത്തിൽ 1 മാസം ഇവർ വേലക്കാരികളെ പറഞ്ഞുവിട്ട് അടുക്കള ഭരണം സരസസുന്ദരും യുവകോമളരും മിതഭാഷണരും അമിത ഭക്ഷണപ്രിയരുമായ സ്വന്തം ഭർത്താക്കന്മാരെ ഏൽപ്പിച്ച് വിദേശ പര്യടനത്തിന് യാത്രയാകും. കഴിഞ്ഞ 6 വർഷവും ഇതിന് മുടക്കം വരുത്തിയിട്ടില്ല. ഇത്തവണ അവർ വിശുദ്ധ നാട് സന്ദർശന വേളയിൽ റോമിൽ എത്തിയപ്പോഴാണ് ഫാമിലി അസോസിയേഷൻ വാർഷിക പരിപാടിയെ പറ്റി അറിയുന്നത്. പുരുഷകേസരികളായ ഭർത്താക്കന്മാർ വാർഷികത്തിന് നാടകം കളിക്കുന്നു എന്ന വിവരം ചൊറിഞ്ഞിലംകുത്തി വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അവർ അറിയാൻ ഇടയായി. വിശുദ്ധ നാട്ടിൽ വെച്ച് അശുദ്ധ ചിന്തകളുടെ ആകുലകൾ ഈ 5 തരുണികളിൽ അഞ്ജലി വിടർത്തി. യാത്ര ക്യാൻസൽ ചെയ്ത് അവർ വരവായി. ഇതാ അവർ ഈ പ്രോഗ്രാമിലേക്ക് നേരിട്ട് ഈ വേദിയിലേക്ക് യൂബറിൽ വന്നിറങ്ങുകയാണ്. La manta, movete manta, movete manta, movete manta, movete manta, movete mantita. A ver, los pibes me ayudan con esto. ¿Qué dice? La Marta se mueve para, 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 se mueve para. Esta es la Marta más loca que hay. ¡Hueva! ¡Opa! ഭർത്താക്കന്മാർ നാടകം കളിക്കുന്നതിൽ ഇവർക്ക് വല്ല പരിഭവങ്ങളുണ്ടോ? നമുക്ക് ഇവർക്ക് നേരിട്ട് ചോദിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവർ ചോദിച്ച വാ തുറക്കില്ല. അതിന് പകരം അവർ പാട്ടിലൂടെയും നൃത്തച്ചുവടിലൂടെയാണ് മറുപടി നൽകുന്നത്. നമുക്കൊന്ന് കണ്ടാലോ? അമിച്ചുമാരെ സന്തോഷം. അല്ല, ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവും നിങ്ങൾ മതി, ഒരു മുഴം തുണി വാങ്ങി തന്നാ മതി. വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവും നിങ്ങൾ മതി, ഒരു മുഴം തുണി വാങ്ങി തന്ന. കണ്ടോ മാളവരെ, ഇവർക്ക് ഭർത്താക്കന്മാരുടെ സ്നേഹം അവരുടെ സൗന്ദര്യം പോലെ തന്നെയാണ് അവരുടെ മനസ്സും. അല്ല, നമുക്ക് ഇവരോട് ഒരു ദിനചര്യ, ഇവരുടെ ദിനചര്യ ഇവർ ചോദിച്ചറിഞ്ഞാലോ? സുന്ദരിമാരെ അമ്മച്ചിമാരെ, നിങ്ങൾ രാവിലെ ഏത് യാമത്തിലാണ് ഉണരുന്നത്? അല്ല, അതെന്താ അങ്ങനെ? ഭർത്താക്കന്മാർ ഉറങ്ങിയാൽ നിങ്ങൾ ഉണരുന്നുള്ളതുണ്ടോ? ഓ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ശരി ശരി, അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഭർത്താക്കന്മാർക്ക് പ്രഭാത ഭക്ഷണത്തിന് നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? പുട്ടോ കടലയോ വല്ലതും ആണോ? ഇടിയപ്പോ? ഓ, എത്ര ദോശകളാന്ന് നോക്കിയിട്ടേ, അവർ വയറ് നിറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ തീർച്ചയായിട്ടും ഭർത്താക്കന്മാർ നിങ്ങളെ പറ്റി നല്ല അഭിപ്രായങ്ങൾ തന്നെയായിരിക്കും പറയുന്നത്. ആ ഭർത്താക്കന്മാർ പറയുന്നതൊക്കെ കേട്ടാലോ?
പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഓ, ഇത് കേൾക്കുമ്പോൾ ഏത് ഭാര്യമാരാണ് ഹർഷപുളകിതരായിരിക്കുന്നത്? തീർച്ചയായിട്ടും ഭർത്താക്കന്മാർ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് ഉച്ചഭക്ഷണം കേന്ദ്രമായിരിക്കും അല്ലേ? എന്തൊക്കെ വിഭവങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക്? അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഓ, അയ വയറ് നിറഞ്ഞ പോലെ എത്ര വിഭവങ്ങളാണ് നോക്കണ്ടേ. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം വയറ് നിറച്ച സ്ഥിതിക്ക് ഉച്ചയ്ക്ക് ചായക്ക് വല്ല കടികളും നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് കേട്ടോ നോക്കിയാലോ അതിൻ്റെ വിഭവങ്ങളാണ്. പരിപ്പ് വട, പക്കുവട. പരിപ്പ് വട, പക്കുവട. പരിപ്പ് വട, പക്കുവട. പരിപ്പ് വട, പക്കുവട, കൊക്കുവട, പപ്പടവട. അമ്മച്ചിമാരെ, പരിപ്പോടെയും പക്കോടയൊക്കെ ബാക്കി വെക്കരുത്. ഈ വൈകിട്ടത്തെ പരിപാടിക്ക് അപ്പച്ചന്മാർ കമ്പനി കൂടാറുണ്ട് നമ്മുടെ പറമ്പിൻ്റെ വശത്ത് മാറിയിട്ട് തെങ്ങും തോപ്പിൽ. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സന്ധ്യയാകുമ്പോൾ നിങ്ങൾ കെട്ടിയന്മാർ വൈകിട്ടത്തെ പരിപാടിക്ക് പോവില്ലേ, കമ്പനി കൂടലേ? അപ്പോൾ ഈ സന്ധ്യാപ്രാർത്ഥനയൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ തനിച്ചെന്നെയാണ് നടത്തുന്നത്? അതെയോ? ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓ, തനിച്ചുള്ള പ്രാർത്ഥന. അപ്പം തീർച്ചയായിട്ടും കെട്ടിയന്മാർ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ സ്വീകരണമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. തകർക്കോ? ഭർത്താക്കന്മാരെ വിശേഷം എല്ലാം അറിഞ്ഞു, സന്തോഷമായി. മക്കളൊക്കെ എങ്ങനെയാണ്? കുട്ടികളെ കണ്ടില്ലല്ല, വീട്ടിലുണ്ടോ? ആ മക്കളൊന്ന് വിളിച്ച് നമുക്ക് പരിചയപ്പെടുത്തിയാലോ? അടിപൊളി പിള്ളേര്, എൻ്റെ അമ്മമാരെ വെല്ലും കേട്ടാ, സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് ഭർത്താക്കന്മാര് കൺകണ്ട ദൈവങ്ങളല്ലേ? പിന്നെ എന്തിനാണ് അവർ നാടകം കളിക്കുമ്പോൾ നിങ്ങൾ ഈ വിദേശ യാത്ര റദ്ദ് ചെയ്തിട്ട് വന്നത്? പരിപാടിയിൽ പങ്കെടുക്കാനോ അതോ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ തനി സ്വഭാവം അറിയുന്നത് കൊണ്ട് വല്ല? വേണ്ട, മറിക്കും മറിക്കും, അടുത്ത് വരരുത്. അയ്യോ പ്ലീസ്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ. ഈ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ. കാര്യമില്ലടാ, ഒരു കാര്യമില്ലടാ, എന്റെ പിറകെ നടന്ന കാര്യമില്ലടാ. കൊച്ചു കള്ളനെ എടാ.
ഭർത്താക്കന്മാർ കൺകെട്ട ദൈവങ്ങളാണെങ്കിലും അവരെ തനി സ്വഭാവമായിരിക്കും അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം പ്രേക്ഷകരെ, മാളവരെ, ഇവർ ഏതെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ വന്നതല്ലേ, നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കട്ടെ. ഇതൊക്കെ സമ്മതമല്ലേ? നിങ്ങൾ പ്രോഗ്രാം കേട്ടോ. സന്തോഷം. அடி ராக்கு என் மூக்கு என் கண்ணு என் பல்லு என் ரஜை அடி என்னடி ராக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு தூங்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சான இழுக்குதடி എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം.